ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ഭീമാപ്പള്ളി ഈസ്റ്റിലെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ സുധീർ ഉണ്ട്. സ്വാഗതം സർ. സർ, നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറയാമോ? ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും വാർഡിലെ റോഡുകൾ വെള്ളക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കാനായതാണ് എനിക്ക് ഏറ്റവും അഭിമാനാർഹമായ നേട്ടമായിട്ട് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-15 കൊല്ലക്കാലമായിട്ട് വളരെ മോശമായിരുന്ന റോഡുകൾ, നഗരസഭയുടെയും അതുപോലെ തന്നെ PWD റോഡുകൾ MLAയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ റോഡ് ചെയ്യുവാൻ സാധിച്ചെന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്. അതുമാത്രമല്ല, നമ്മുടെ വാർഡിലെ ആളുകൾക്ക് കുടിവെള്ളം, നമ്മുടെ ഒരു തീരദേശ വാർഡാണ്. തീരദേശ വാർഡിൽ പലപ്പോഴും നമുക്കറിയാം, നിയമപരമായിട്ടോ അല്ലാതെ ആളുകൾ, നിയമപരമായിട്ടല്ല ഇല്ലീഗലായിട്ട് ഒത്തിരി കാര്യങ്ങൾ, വാട്ടർ കണക്ഷൻ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് ഏതാണ്ട് 1000-ൽ പരം കുടിവെള്ള കണക്ഷൻ കൊടുത്തു എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും എന്നുള്ളതാണ്. 5 വർഷം കൊണ്ട് നമ്മൾ കൊടുത്തത് അമൃത് പദ്ധതി വഴി. അതിനു മുമ്പ് കുറച്ച് കണക്ഷൻ കൊടുത്തിരുന്നു. പക്ഷെ അമൃത് പദ്ധതി വന്നതോടുകൂടി 1000-ൽ കൂടുതൽ കണക്ഷൻ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ഓൺഗോയിങ് ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഏകദേശം പകുതിയോളം വീടുകൾ, വാർഡിലെ പകുതിയോളം വീടുകളിൽ ഗ്യാസ് കണക്ഷൻ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഒരു UPHC ഉണ്ട്, അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ. പുതിയതായിരുന്നു, ഞാൻ കൗൺസിലറായിട്ട് ചുമതല ഏൽക്കുമ്പോൾ പുതിയൊരു ആശുപത്രിയാണ്. വെറും ഒരു ഫാർമസി മാത്രം ഉള്ള ഒരു ക്ലിനിക്ക് പോലെ തുടങ്ങിയ ഒരു ആശുപത്രിയാണ്. പക്ഷെ ഇന്ന് അത് നേരത്തെ 6 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ 12 മണിക്കൂർ ആക്കി മാറ്റുവാൻ, അതിന്റെ പ്രവർത്തന സമയം അങ്ങനെ 12 മണിക്കൂറാക്കി മാറ്റുവാൻ സാധിച്ചു. 2 ഡോക്ടേഴ്സ് ഉണ്ടാവും. 2 ഡോക്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല അവിടെ ഇപ്പോൾ ലാബ് സൗകര്യമുണ്ട്. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ ഇപ്പോൾ ഒരു വിഷൻ സെന്റർ, നമ്മൾ ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് വിഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പീഡിയാട്രിക്കിന്റെ സൗകര്യം ആഴ്ചയിൽ 2 ദിവസം നമ്മൾ എൻ്റെ പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം. അതുപോലെ തന്നെ ഇതിന്റെ വിഷൻ സെന്റർ ഞാൻ നേരത്തെ. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, അതിന് വലിയൊരു ഫാർമസിയുടെ ഒരു പണി ഏകദേശം കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തുവാൻ വേണ്ടിയിട്ട് മേയറുടെ ഡേറ്റ് കൂടെ നേടിക്കൊണ്ട്. അപ്പൊ എനിക്ക് തോന്നി വലിയതുറയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, ഹെൽത്ത് സെന്റർ. അതെ അല്ലെ? അത് കഴിഞ്ഞാൽ വരുന്ന ഒരു വലിയ സംഭവമാണ് നമ്മുടെ ഈസ്റ്റിനകത്ത് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നേരത്തെ ഉള്ള ആശുപത്രിയാണ്, ഞാൻ വിപുലീകരിച്ചു കൊണ്ടുവന്ന് 12 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അതൊരു കാര്യമാണ്. ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, ഭീമാപ്പള്ളി ഈസ്റ്റിലെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ സുധീർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം അവിടുത്തെ വികസനങ്ങളെ കുറിച്ച് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങളുണ്ടോ എന്ന് അറിയാൻ, അത് പുതിയ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സുധീറിനോട് സംസാരിക്കാം. ഹലോ, വിളിച്ചു. ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും അയാളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കൗൺസിലർ ഞങ്ങളെ സഹായിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങളില്. പറയൂ നിങ്ങളുടെ ആവശ്യം പറയൂ. ഞാനാണ് ആവശ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വന്നിട്ട് ഞങ്ങളുടെ പ്രീപേയ്മെന്റിന്റെ ആവശ്യം കുറെ നാളുകൊണ്ടേ ഞങ്ങൾ പറയുന്നതാണ്. അപ്പൊ അത് നമുക്ക് വർക്കാവാതെയാണ് കിടക്കുന്നത്. അപ്പൊ അതൊന്ന് റെഡിയാക്കി തരണം. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി ഫുള്ളും പൂർത്തിയായി കഴിഞ്ഞു. ശരി. അപ്പൊ അത് ഞങ്ങൾക്ക് ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞങ്ങൾക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ മൂന്നാമത്തത്, ഞങ്ങൾക്ക് മെയിന്റനൻസിന്റെ, നമുക്ക് ഈ ഫ്ലാറ്റുകളിൽ പല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജയിലൊക്കെ ഇളകിയിട്ടുണ്ട്, ജനാലകൾ അവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് മെയിന്റനൻസിന്റെ ഒരു തുക ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശരി, 3 ആവശ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഇനിയുണ്ടോ? 3 ഉള്ളു. ഇത്രയും മതി.
മൂന്ന് ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം നഗരസഭ KCB അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ പിന്നെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഇടാത്ത പോസ്റ്റാണ്. നമ്മൾ അങ്ങനെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് മെയിൻ്റനൻസ് ചെയ്യുമെന്ന് ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അവരത് ഈ ആഴ്ച തന്നെ അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഈ കൺവെൻഷൻ സെന്റർ എന്ന് പറയുമ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. 192 കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റാണ്. അപ്പൊ അവർക്കായിട്ട് ഒരു ഫെസിലിറ്റേഷൻ സെന്ററാണ്. അതിന്റെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുവാണ്. അപ്പൊ അത് ഊരാളുങ്കലാണ് അതിന്റെ കരാറുകാർ. ഊരാളുങ്കലുകാർ ഫിഷറീസിന് ഈ ബിൽഡിംഗ് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. നിർമ്മാണം കഴിഞ്ഞ് പിന്നെ ഫിഷറീസിന് കൈമാറാത്തത് കാരണമാണ് അവിടുത്തെ ഫ്ലാറ്റിലെ അന്തേവാസികൾക്ക് ഇത് കൈമാറാൻ നമുക്ക് കഴിയാത്തത്. മെയിൻ്റനൻസ് ഈ ഫിഷറീസ് നിർമ്മിച്ച് തന്നിട്ടുള്ള ഈ ഫ്ലാറ്റുകളിൽ ചില മെയിൻ്റനൻസ് അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബന്ധപ്പെട്ട മന്ത്രിക്ക് തന്നെ അത് നിവേദനമായിട്ട് കൈമാറിയിട്ടുണ്ട്. അതും ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് മന്ത്രി ഓഫീസിൽ നിന്ന് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഇതാണ് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത്. ഒന്ന് പേരെന്ന് പറയാമോ? ചിന്നാഷാൻ. ഓക്കെ. അപ്പൊ വേറെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, കൗൺസിലറിന്റെ അടുത്ത് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം തന്നെയാണ് എപ്പോഴും ഉള്ളത്. ചെയ്തു വരുമെന്ന് വിശ്വാസമുണ്ട്. ശരി, എന്തായാലും അത് ഡ്രൈനേജിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതെല്ലാം നമുക്ക് പരിഹരിച്ചു. വിശ്വാസമുണ്ട്. വിശ്വാസം വിഷയമാണ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. അപ്പൊ വിശ്വാസം ഉണ്ട് അതൊക്കെ ചെയ്തു തരും. ഓക്കെ, വിശ്വാസമാണ് എല്ലാം. ഓക്കെ, നന്ദി. താങ്ക് യു. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. Hello, I am Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
മറ്റെന്തൊക്കെയാണ് പറയുക? ആരോഗ്യ മേഖല വേറെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ? ആരോഗ്യ മേഖലയിൽ ഈ നഗരസഭയുടെ തന്നെ പദ്ധതികളുണ്ട്. ഡയാലിസിസ് സൗജന്യമായിട്ട് ചെയ്യുന്ന പദ്ധതി, പിന്നെ മാസത്തിൽ 4 ചെയ്യുന്ന പദ്ധതിയുണ്ട്. അത് ഒട്ടനവധി ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ മരുന്ന് സൗജന്യമായി ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതും നമുക്ക് ഒരു ഡയാലിസിസ് നമ്മൾ വാർഡുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണോ, നമുക്ക് പുറമേ ഉള്ളവർക്ക് ചെറിയ തുകയ്ക്ക് ചെയ്യാൻ കഴിയുമോ? കാരണം ഈ പ്രോഗ്രാം കാണുന്ന പുറമേ ഉള്ള ആളുകൾക്ക് നമുക്ക് പിന്നെ വാർഡിലാണ് ഒരു വാർഡ് തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലും പ്രാതിനിധ്യം ഉണ്ട് എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും അത് ഒരുപക്ഷെ വന്നത് കാരണം ഭീമാപ്പള്ളി എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അതെ അതെ അതെ. അപ്പൊ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ധാരാളം ആളുകൾ വരുമ്പോൾ ഒരുപക്ഷെ ഇതുമായി ഇത് ഒരുപക്ഷെ കേട്ടിട്ട് ഇതും കൂടെ ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമല്ലോ. തീർച്ചയായും. അടുത്ത എന്തൊക്കെയാണ് പറയുക? അടുത്തത് ഈ നമ്മുടെ അവിടെ ഒരു ഹോമിയോ ആശുപത്രി, എൻ്റെ വാർഡിലല്ല എങ്കിൽ പോലും പിന്നെ ഹോമിയോ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്യൂട്ട് കാരണം അത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കും. അതാണ് ഹോമിയോ ആരോഗ്യ മേഖലയിൽ. ഇനി അടുത്ത ഏത് മേഖലയാണ്? ശുചിത്വ മേഖലയ്ക്ക് എടുക്കാൻ പറ്റുമോ? നോക്കാം. ശുചിത്വ മേഖല എങ്ങനെയാണ്? ശുചിത്വ മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ നഗരസഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു വാർഡ് എന്ന് പറയുന്ന ഒരു തീരദേശ മേഖലയിൽ ഉൾപ്പെട്ട, തീരദേശം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മൊത്തം കടലാണ്. ഒരു സൈഡ് മൊത്തം കടലാണ്, പടിഞ്ഞാറ് ഭാഗം മൊത്തം കടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ നമുക്ക് ഹരിതകർമ്മസേന ഉണ്ട്, പിന്നെ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതിന്, പിന്നെ ഫുഡ് വേസ്റ്റ് ആയാലും അതുപോലെ പ്ലാസ്റ്റിക് ആയാലും ഒക്കെ കളക്ട് ചെയ്യുന്നതിന് ഉണ്ടെങ്കിൽ പോലും ആളുകളെ നമുക്ക് അത് പിന്നെ പെട്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഒരു അവയർനെസ് ചെയ്ത് ഈ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രാഥമികമായ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ടില്ല എങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പിന്നെ എത്തിച്ചേരുകയാണ്. അത് എത്തും എന്ന് പ്രതീക്ഷിക്കാം. പൂർണ്ണമായി എത്തുമെന്ന് പ്രതീക്ഷിക്കില്ല. ഇല്ല, തീർച്ചയായും എത്തും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അപ്പൊ ആരോഗ്യ മേഖല അതുകൊണ്ട് പൂർണ്ണമാവുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? തീർച്ചയായും. മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ എല്ലാവരെയും അല്ല, ഇപ്പൊ ഈ കടൽക്ഷോഭം, ഇപ്പൊ ഒരു കപ്പൽ അപകടം ഉണ്ടായപ്പോ കുറെ പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവങ്ങൾ അപ്പൊ അത് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് അത്? നമ്മുടെ വാർഡിനെ സംബന്ധിച്ചോളം അധികം അങ്ങനെ ബാധിക്കാത്ത ഒരു മേഖലയാണ് ഈ കപ്പൽ ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട്. എങ്കിലും ഉള്ളത് പൂർണ്ണമായിട്ട് കുറച്ച് മാത്രമാണ് നമ്മുടെ വാർഡിന്റെ ഭാഗത്ത് വന്ന് അടിഞ്ഞത്. അത് നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ പ്രദേശത്താണല്ലോ താമസിക്കുന്നത്. അതെ, താമസിക്കും. അപ്പൊ താങ്കൾക്ക് നല്ല മത്സ്യം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും. നല്ല ഫ്രഷ് മത്സ്യം കിട്ടുന്ന ഒരു നല്ല ഫ്രഷ് മത്സ്യം തന്നെ കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ മത്സ്യമേഖലയിൽ ഇപ്പൊ വ്യാപാരത്തിനെ കുറിച്ച്, കാരണം ഇടയ്ക്ക് ഈ കപ്പൽ പറഞ്ഞപ്പോ ഉണ്ടായ ചില വിഷമതകളൊക്കെ മാറിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ല. ഈ കപ്പല് മറിഞ്ഞതിന് ശേഷം ഈ ആളുകൾ മത്സ്യം കഴിക്കാത്തൊരു വിഷയം വന്നപ്പോ മത്സ്യമേഖലക്കകത്ത് വളരെ ഒരു പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയായിട്ട് തോന്നിയിട്ടില്ല. ആളുകൾ നോർമലായിട്ട്, മാത്രമല്ല സർക്കാരിന്റെ അറിയിപ്പ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല, മത്സ്യം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു സർക്കാരിന്റെ ഒരു വിശദീകരണം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മേഖലയിൽ അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കിനി ആരോഗ്യ മേഖല കഴിഞ്ഞു, വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്? വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടികൾ ഏതാണ്ട് 13 അംഗൻവാടികളാണ് വാർഡിലുള്ളത്. അതിൽ നമ്മുടെ നഗരസഭയുടെ സ്വന്തം ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന 2 അംഗൻവാടികളാണുള്ളത്. ആ 2 അംഗൻവാടികളെയും സ്മാർട്ടാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, കോർപ്പറേഷൻ്റെ ഒരു നഴ്സറി നമ്മുടെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നഴ്സറി പഴയതാണ്, കുറേ കാലം 10-15 കൊല്ലം മുമ്പ് നിർമ്മിച്ച ഒരു നഴ്സറിയാണ്. അതിൽ കുറേ മെയിൻ്റനൻസ് ചെയ്യുവാൻ സാധിച്ചു. അത് പുതിയ രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ പുനരുദ്ധാരണം നടത്തിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും അത് നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ കാണാൻ സാധ്യതയുണ്ട് അല്ലേ? അത്യാവശ്യം കുട്ടികളുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് സ്ട്രെങ്ത് കുറവാണെങ്കിൽ അത്യാവശ്യം കുട്ടികളുണ്ട്. അപ്പം നഴ്സറി എത്തി, അംഗനവാടി എത്തി, അടുത്ത മേളത്തെ സ്കൂളിലേക്ക് പോകാം. സർക്കാർ സ്കൂളുകൾ നമ്മുടെ വാർഡിൽ അങ്ങനെ ഇല്ല. വാർഡിൽ സർക്കാർ സ്കൂളുകളില്ല.
എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ സ്വകാര്യ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മഹല്ലി കമ്മിറ്റി നടത്തുന്ന ഒരു സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൽ നമുക്കറിയാം നഗരസഭയ്ക്കും സർക്കാരിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ചില പരിമിതികളുണ്ട്, ചില തടസ്സങ്ങളുണ്ട് സ്വകാര്യ സ്കൂൾ ആയതുകൊണ്ട് തന്നെ. എങ്കിൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില സഹായങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഭീമാ മാഹിൻ സ്കൂളല്ലേ ഉദ്ദേശിച്ചത്? ഭീമാ മാഹിൻ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ റോഡിന്റെ ഒരു വീതി കുറവുണ്ട്. വാഹനങ്ങൾ അത്യാവശ്യം വന്നാൽ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സ്കൂളിന്റെ മുൻഭാഗത്തും പരിസരങ്ങളുമായിട്ട്. സ്കൂളിന്റെ മുൻഭാഗം എന്ന് പറയുമ്പോഴേക്കും അത് തൊട്ടടുത്ത് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന്റെ സൈഡിലൊക്കെ നല്ല സ്ഥലമുണ്ട്, അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ. ആണല്ലേ? ആ സ്കൂളിന്റെ മുൻവശം കുറച്ച് പറഞ്ഞതുപോലെ കുറച്ച് വീതി കുറവുണ്ടെങ്കിലും ഒരല്പം ഫ്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ. കാരണം ഞാൻ അവിടെ 1-2 പ്രാവശ്യം പല ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നുണ്ട്, സ്കൂൾ ബസ്സൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇതായിട്ടാണ് അവിടെ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു അവിടെ ഇപ്പോൾ ഒന്നിന്റെ കീഴിലാണ് ഒരു സ്കൂള്. അപ്പൊ താങ്കൾക്ക് തന്നെ മുൻകൈ എടുത്തിട്ട് ഒരു ചെറിയൊരു വിദ്യാലയം പോലെ തുടങ്ങി വെച്ചൂടെ? കാരണം ഒരു സ്കൂൾ തുടങ്ങാനുള്ള സ്ഥലമൊക്കെ നമുക്ക് ഉണ്ടല്ലോ, സർക്കാർ സ്കൂൾ പോലത്തെ. സർക്കാർ സ്കൂൾ തുടങ്ങുന്നതിനുള്ള സ്ഥലം നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതിയായിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ അവിടെ ഏറ്റവും ഒരുപാട് ഗ്രൗണ്ട് സ്ഥലമുണ്ട്, പക്ഷെ അതൊക്കെ പള്ളിയുടെ സ്ഥലങ്ങളാണ്. പള്ളി പിന്നെ മഹല്ല് കമ്മിറ്റിയുടെ സ്ഥലങ്ങളാണ്. അത് നമ്മള് പിന്നെ പല കാര്യത്തിന് സംസാരിച്ചിട്ടുണ്ട്. അത് തരാം എന്നുള്ള ഒരു തരും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇപ്പൊ ആരോഗ്യ മേഖലയും അതുപോലെ അങ്ങനെ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കിനി അറിയാനുള്ളത്, ഇതുവരെ നമ്മൾ എത്ര ഫണ്ട് ആ വാർഡിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിലായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് പിന്നെ പ്ലാൻ ഫണ്ട് 5 കൊല്ലം കൊണ്ട് ഏതാണ്ട് 5 കോടിയോളം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ ഓൺ ഫണ്ടും ഒക്കെ ചേർത്ത് ഏതാണ്ട് ഒരു 10 കോടി രൂപയോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഭീമാപ്പള്ളി ഉറൂസുമായിട്ട് നമ്മുടെ ഓൺ ഫണ്ട് ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പിന്നെ വലിയൊരു എമൗണ്ട് നമുക്ക് പിന്നെ ചെലവാക്കുവാൻ, അതിൻ്റെ റോഡ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മറ്റത് പ്ലാൻ ഫണ്ടിൽ നിന്നുള്ളത്. ഒരു തെറ്റിദ്ധാരണ വരണ്ട, ഈ ഭീമാപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിക്കുള്ളിലല്ല, പള്ളിയുടെ പരിസരങ്ങൾ എന്നുകൂടെ അല്ല, അത് നമ്മള് പള്ളിയുടെ പരിസരം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വാർഡ് ഇപ്പൊ ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്നത് 2 വാർഡിലായിട്ടാണ്. ഭീമാപ്പള്ളിയുടെ ഒരു വശം ബാക്ക് സൈഡ് ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡും അതിന്റെ പടിഞ്ഞാറ് വശം ഭീമാപ്പള്ളി വാർഡുമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നെ കിഴക്ക് വശത്തുള്ള പിന്നെ വരുന്ന വഴികളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നെ അതിലേക്ക് പോകുന്ന റോഡും ഒക്കെ നമ്മൾ പിന്നെ നമുക്കത് നന്നായിട്ട് മെയിൻ്റെനൻസ്, ലൈറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, റോഡ് വൃത്തിയാക്കൽ, അങ്ങനെ ഒരുപാട് ക്ലീനിങ്, അതെ, നഗരസഭ അതിലേക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട്. തീർച്ചയായും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഈ പിന്നെ ഗ്രൗണ്ടുകൾ നമുക്ക് നവീകരിക്കുക. ഭീമാപ്പള്ളി BMJ ഗ്രൗണ്ട് വളരെ പ്രസിദ്ധമായ സെവൻസ് ഫുട്ബോളൊക്കെ പണ്ടുകാലം തൊട്ടേ നടക്കുന്ന ഗ്രൗണ്ടാണ് BMJ ഗ്രൗണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട്, അവരുടെ ഗാലറി, അതുപോലെ ഗ്രൗണ്ട് പിന്നെ നീളവും വീതിയും കൂട്ടുന്ന ഒരു പദ്ധതി അത് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ പിന്നെ മണ്ണ് അടിച്ച് കുറച്ച് ലെവൽ ചെയ്യാൻ ചെയ്ത്, അങ്ങനെ അടിസ്ഥാന ആ ഗ്രൗണ്ടിന്റെ വികസനം നമുക്ക് അത് ചെയ്യുവാൻ സാധിച്ചു. മാത്രമല്ല തൊട്ടടുത്തൊരു ബദ്രിയ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നഗരസഭയുടെ തന്നെ ഒരു ഗ്രൗണ്ടുണ്ട്. അത് പിന്നെ കളിക്കുവാൻ അത്ര യോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കത് പിന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വളരെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന നല്ല രീതിയിൽ നമുക്ക് പിന്നെ കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് മാറ്റുവാൻ സാധിച്ചു നവീകരണത്തിലൂടെ. എന്തായാലും അങ്ങനെ ഗ്രൗണ്ടുകൾ വന്ന സ്ഥിതിക്ക് ഈ യുവതലമുറയ്ക്ക് ലഹരിയിൽ നിന്നും ഒരു മോചനം നേടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി എന്ന് പറയുന്നത് എല്ലാ വാർഡുകളിലും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ കൾച്ചറുള്ള ഒരു മേഖലയാണ്. തീരദേശ മേഖലയിൽ ഭീമാപ്പള്ളി, വലിയതുറ തുടങ്ങിയ പൂന്തറ തുടങ്ങിയ മേഖല എന്ന് പറയുന്നത് രാവിലെ തന്നെ ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരു കൾച്ചർ ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ പറയപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളും സ്പോർട്സ് മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിലേക്ക് പിന്നെ തീർച്ചയായും. തീർച്ചയായും.
അപ്പോൾ സുധീർ കളിക്കാറുണ്ടോ? തീർച്ചയായും ഞാൻ ഇപ്പൊ നിലവിൽ കളിക്കുന്നില്ലെങ്കിലും നേരത്തെ ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പ്ലെയർ ആയിരുന്നു. ട്രോഫി എല്ലാം കിട്ടിയിട്ടുണ്ടോ? ട്രോഫി അങ്ങനെയില്ല, ഞാൻ ക്യാമ്പസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് ശരി, അങ്ങനെ പോയി ഒരു കളിക്കാറുണ്ടായിരുന്നു. അത് നാട്ടിൽ അങ്ങനെയില്ല എങ്കിലും ഒരു പ്രാക്ടീസ് പോലെയൊക്കെ കളിക്കുമായിരുന്നു. ജനപ്രതിനിധി ആയത് ഇത് ആദ്യ തവണയാണ്. അതെ അല്ലേ? അത് അതിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ആവണ്ടായിരുന്നു എന്നുള്ളൊരു, എന്നെ ആക്കിപ്പോയി അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ആക്കിയതിനു ശേഷം ജനങ്ങളുമായിട്ടുള്ളൊരു അപ്രോച്ച്, സാധാരണ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് നമ്മളെ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമല്ലേ. അപ്പൊ അത് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വൻ മത്സരത്തിൽ കൂടെയാണ്. അതെ, നല്ലൊരു ഭൂരിപക്ഷം തന്നെയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും. ഒരു മുസ്ലിം ലീഗിന്റെ കോട്ടയം തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വാർഡാണ്. അവിടെ നിന്ന് നമ്മൾ തീർച്ചയായും അവിടെ നമുക്ക് സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ശരി, നമുക്കിനി അടുത്ത ഫണ്ടുകളിലേക്ക് പോകാം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapillil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ഇതുവരെ നമ്മൾ എന്തൊക്കെ ഫണ്ടുകളാണ് മറ്റ് തരത്തിലുള്ള നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ളത്, അത് പറയാം. മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ
നമുക്ക് PMAY പദ്ധതിയുണ്ട്, നഗരസഭയുടെ തന്നെ PMAY പദ്ധതി. 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുക്കുന്ന പദ്ധതി. ഏതാണ്ട് 120ഓളം പേർക്ക് ആ 4 ലക്ഷം രൂപ. അല്ലെ, 4 ലക്ഷം രൂപ സാധാരണക്കാർക്ക്. SC വിഭാഗത്തിൽ 6 ലക്ഷം രൂപ. വിഭാഗക്കാർ വാർഡിൽ, നമ്മുടെ വാർഡിനെ സംബന്ധിച്ചത് വളരെ കുറവാണ്. എങ്കിൽ പോലും അവരിൽ അതും ഒരു 10-20ഓളം പേർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാതെ EMS അല്ല, PMAY, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയും. അപ്പൊ അത് തന്നെ 120ഓളം പേർക്ക് ഈ ഫണ്ട് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്. അതെ, സന്തോഷം തന്നെയാണ്. മെയിൻ്റനൻസ് പറയും. മെയിൻ്റനൻസ് ഏതാണ്ട് 60 പേർക്ക്. എന്നുവെച്ചാൽ ഒരു വർഷം 5-നും 10-നും ഇടയ്ക്കാണ് സാധാരണ ഒരു വാർഡിൽ മെയിൻ്റനൻസ് അനുവദിക്കുക. പക്ഷെ ഈ കഴിഞ്ഞ ഇന്ന് വരെയുള്ള 4.5 കൊല്ലം കൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഒരു 60ഓളം പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോഴേക്കും വസ്തു വാങ്ങുന്ന ഒരു പദ്ധതിയാണ്. ഈ 3 സെന്റ് വസ്തു വാങ്ങിക്കുമ്പോൾ 9.25 ലക്ഷം രൂപ നഗരസഭ വീട് വയ്ക്കാൻ ഉൾപ്പെടെ കൊടുക്കുന്ന പദ്ധതി. അതും ഏതാണ്ട് ഒരു 20-25ഓളം പേർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതുപോലെ പെൻഷൻ, അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ കൗൺസിലറായതിനു ശേഷം ഏതാണ്ട് 1500ഓളം പേർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ്. പെൻഷൻ പലതരത്തിലുണ്ടല്ലോ. പെൻഷൻ എല്ലാം കൂടെ, വിധവാ പെൻഷനും ദേശീയ വാർദ്ധക്യകാല പെൻഷനും അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ ഏതാണ്ട് 1500ഓളം പേർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു. ദാരിദ്ര്യരേഖയ്ക്കാണോ അതിദാരിദ്ര്യരേഖയ്ക്ക് എത്ര പേരുണ്ടാവും? 2 ഘട്ടങ്ങളില്ലേ? ദാരിദ്ര്യരേഖ താഴെയുള്ള, അല്ല, അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വാർഡിൽ നിന്ന് കണ്ടെത്തിയത് 4 പേര് മാത്രമാണ്. വളരെ കുറവാണ്. 4 പേരെ മാത്രമാണ് നമുക്ക് നഗരസഭയ്ക്ക്. ഏതാണ്ട് സംസ്ഥാനത്ത് തന്നെ 60,004 പേരെന്താണ് ഉള്ളത്. അതിൽ 4 പേര് നമ്മുടെ വാർഡിൽ നിന്ന്. അതെ. അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങൾ നഗരസഭ ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരുപാട് പ്രായമായ ആൾക്കാർക്കുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ആ വാർഡിനകത്ത് എന്തെങ്കിലും ഉല്ലാസകരമായ കാര്യങ്ങൾ, ഈ ഗ്രൗണ്ട് അല്ലാതെ അവർക്ക് ഒത്തുകൂടാനോ ഇരിക്കാനോ അങ്ങനെ ഒരു. സത്യത്തിൽ നമ്മുടെ വാർഡിനെ സംബന്ധിച്ച അങ്ങനെ ഒരു സ്പേസ് നമുക്ക് ഈ വയോജനങ്ങൾക്കുള്ള പദ്ധതികളുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സ്ഥലപരിമിതി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അത് സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് ചെയ്യണമെന്ന് തന്നെയാണ്. ഭീമാപ്പള്ളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ്, ഒരു എന്താണ് തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും. അപ്പൊ അവിടെ വരുന്നവർക്ക് ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളെ കുറിച്ച് പള്ളിയിലല്ലാതെ പുറം സ്ഥലങ്ങളിൽ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ? ബയോ ടോയ്ലറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും? ബയോ ടോയ്ലറ്റ് നമ്മളിപ്പോ ഉറൂസ് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ബയോ ടോയ്ലറ്റ് നഗരസഭയുടെ സ്ഥാപിക്കാറുണ്ട്. ആ സമയം ഉറൂസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മുഴുവൻ കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്യാറുണ്ട്. കൗൺസിലർ എന്ന നിലയ്ക്ക് അതിന് നേതൃത്വം കൊടുക്കാറുണ്ട്. പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സമയം. അല്ലാത്ത സമയം പള്ളിക്കകത്ത് തന്നെ സൗകര്യം ഉണ്ട്. ഏറ്റവും കൂടുതൽ വിദേശ നിർമ്മിത സാധനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്താണ്. ഒരു കാലത്ത് അവിടെ ആയിരുന്നു കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ കുറവാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.